എന്തായാലും ഒരു കിടിലൻ അടിപ്പടം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു റോഡ് ഹൗസ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ആ പടത്തിന്റെ മൊത്തത്തിലുള്ള സ്റ്റോറി സെറ്റപ്പ് ഒക്കെ 1989 റിലീസ് ചെയ്തിട്ടുള്ള ഇതേ പേരുള്ള പടത്തിന്റെ കഥയുടെ ഒരു റീഇമാജിനേഷൻ ആണ് ഇപ്പോഴത്തെ ഈ പടത്തിൽ ഇറക്കിയിട്ടുള്ളത്. ആൻഡ് ആ മൊത്തത്തിലുള്ള ആ ഒരു ക്ലബ്ബും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് ഗ്ലാസ്കി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ആ ഒരു മൊത്തം സെറ്റപ്പുകളൊക്കെ വളരെ രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ ആയാലും ശരി, ആ ഒരു കഥയുടെ ആ ഒരു പേസ് ആയാലും ശരി, എല്ലാം കാണുന്ന ആൾക്ക് ഒട്ടും ബോറടി ഇല്ലാണ്ട് നല്ല എയിമായിട്ട് കണ്ടു പോകാവുന്ന രീതിയിൽ തന്നെയായിരുന്നു. ആൻഡ് മെയിൻ ആയിട്ടുള്ള പോസിറ്റീവുകളിൽ ഫസ്റ്റ് വൺ ജാക്ക് ഗെയിലൻ ഹാളിന്റെ ഡാൾട്ടൺ എന്ന് പറയുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടർ വരുന്നതും അവിടെ അതേ കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ ആളൊരു ചിരിയോട് കൂടിയിട്ട് വേണ്ട സമയത്ത് സൈലന്റും അല്ലാത്ത സമയത്ത് കയറി ഇടപെടുന്ന ടൈപ്പിലുള്ള ആ ക്യാരക്ടറുകളൊക്കെ. ആൻഡ് ആ ഫൈറ്റ് സീക്വൻസ് ആയാലും ശരി, എല്ലാം നല്ല കിടിലനായിരുന്നു. ആൻഡ് ഫസ്റ്റ് പടം തുടങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ഫസ്റ്റ് ഫൈറ്റ് സീക്വൻസ് കഴിഞ്ഞിട്ടുള്ള സീനുകളൊക്കെ വളരെ രസമായിരുന്നു. ചില സിറ്റുവേഷണൽ കോമഡീസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ എന്റർടൈനിങ് ആയിരുന്നു. ആൻഡ് മെഗ്രഗറിന്റെ ക്യാരക്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഓന്റെ പൊന്നും ഒന്നും പറയാനില്ല. കാരണം ഈ സിനിമയുടെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചപ്പോൾ കണ്ടൊരു കാര്യമായിരുന്നു, ഗെയിലിൻ ഹാളും മെഗ്രഗറും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ ആൾക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ട് ഒരു ഫൈറ്ററാണ് അദ്ദേഹം. സോ ആളിങ്ങനെ ആ ഒരു ഫൈറ്റിന്റെ ഒരു ഹാൻഡ് മൂവ്മെന്റിന്റെ ഒക്കെ ഒരു മെഷർമെന്റ് കണ്ട് മീൻസ് ആൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരിക എന്നുള്ള രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതേപോലെ തന്നെയാണ് ഇവർ ആ ഫൈറ്റ് സീക്വൻസിൽ അതൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ആ ഒരു ക്ലബ്ബിൽ വെച്ചിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ആയാലും അതിന്റെ ലാസ്റ്റത്തെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ അത്രത്തോളം കിടിലൻ തന്നെയായിരുന്നു. കാരണം അതിനൊത്ത സൈസുള്ള ഒരാളാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ആ ഒരു ഫൈറ്റ് സീക്വൻസിന്റെ ഇടയിലുള്ള ഒരു ക്യാമറ മൂവ്മെന്റ് ആയാലും ശരി, ക്യാമറയുടെ മൊത്തത്തിലുള്ള ആ ഒരു പ്ലേസ്മെന്റുകളൊക്കെ, സിനിമാറ്റോഗ്രാഫിയുടെ പ്ലേസ്മെന്റുകളൊക്കെ അത്രത്തോളം അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം അനാവശ്യമായിട്ടുള്ള ചില ക്യാമറ ഷേക്കിംഗ് മൂവ്മെന്റ്സോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഫൈറ്റിന്റെ അവിടെയൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കണം എന്നുള്ള സംഭവങ്ങൾ നന്നായി ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്ലബിന്റെ ഉള്ളിൽ ഫൈറ്റ് സീക്വൻസിലും ക്ലൈമാക്സിലത്തെ ഒരു ഫൈറ്റ് സീക്വൻസിലും അതിന് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ജാക്ക് ഗിലിൻഹാളിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു മീൻസ് ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഒക്കെ നൈസായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഓവറോൾ നല്ലൊരു ആക്ഷൻ ത്രില്ലർ കാണാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ധൈര്യമായിട്ട് കാണാം. പടം പ്രൈമിൽ അവൈലബിൾ ആണ്. 1989 മൂവി ഇതും വെച്ച് നോക്കുമ്പോൾ രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം രണ്ടിന്റെയും സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1989 മൂവിലത്തെ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഒരു അല്പം ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇതിലത്തെ ക്യാരക്ടറിന് അത്രത്തോളം ഒന്നും പോവാതെ ഒരു UFC ഫൈറ്റർ, ആൾക്ക് ആളുടേതായിട്ടുള്ള ഒരു പാസ്റ്റ് ഉണ്ട് എന്നൊക്കെ കാണിച്ചിട്ട് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ ഉള്ള ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വളരെ നീറ്റ് ആയിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് സിനിമയുടെ ക്ലൈമാക്സ് മീൻസ് പടം അങ്ങനെ അവസാനിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇത് കൊള്ളാലോ എന്ന് തോന്നിക്കുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു റോഡ് ഹൗസ്. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാം.